ശ്രീ നമ്പ്യ സാർ നമസ്കാരം. എന്താ ശ്രീ, എന്താ പ്രശ്നം? അത് വണ്ടിക്ക് ചെറിയൊരു മിസ്സിംഗ്. ശ്രീ അതിന്റെ പുറകിലൊന്നും തൂങ്ങണ്ട. കാറിന്റെ കാര്യം ഡ്രൈവർ നോക്കിക്കോളും. ശ്രീ വേറൊരു ടാക്സി പിടിച്ച് എത്രയും വേഗം വാ. എന്നാ പിന്നെ ഇനി വൈകണ്ട, ഇറങ്ങാം ഇറങ്ങാം. നമ്മളിപ്പോ അങ്ങോട്ട് പോയി അതെ ശ്രീക്കുട്ട, നമ്മളിപ്പോ ഇത്രയും ആളുകൾ കയറിയാലേ ഈ താമരാക്ഷം പിള്ള വലിക്കോ? അല്ല അല്ല, ഒന്നാമത് ഇതിന് എഞ്ചിൻ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് കത്തിപ്പോന്നപ്പോ എന്റെ പേടി. ഒരു മംഗളകാര്യത്തിന് പോവല്ലേ, ഒന്ന് മിണ്ടാതിരിക്കണ്ട ഭരത. ഓ, ഞാനൊന്നും പറയണില്ല, നമ്മള് സമയത്തിനവിടെ എത്തിയാൽ മതിയായിരുന്നു. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. രാഹുകാലത്തിന് മുന്നേ ഇറങ്ങേണ്ടതാ. സുധേന്റെ അവിയൊക്കെ പുറപ്പെട്ടു മോളെ. അവരൊക്കെ ഇപ്പൊ മണ്ഡപത്തിൽ കാണും. നിങ്ങളൊക്കെ വേഗം പുറപ്പെട്ടോ. ഓ ആയിക്കോട്ടെ മോനെ വാ. എടി ഞാനില്ല, കേറ് മനുഷ്യ. നീ കേറ്. എടാ വല്ലതും നടക്കൂ? നടക്കൂന്നൊക്കെ കേട്ടാ മാളൂനെ, അവൾക്ക് ബുദ്ധിയുണ്ട്. അവൾക്കറിയാം ഈ ചടാക്ക് വണ്ടി വഴി നിൽക്കുമെന്ന്. അതുകൊണ്ട് അവൾ അമ്പളയും കൂട്ടി നേരത്തെ തന്നെ ഓട്ടോറിക്ഷയിൽ ഓഡിറ്റോറിയത്തിക്ക് പോയി. എന്താ പറയാ, അവളുടെ കൂടെ അങ്ങ് കയറി പോയാൽ മതിയായിരുന്നു. പറ്റിപ്പോയി. ചേച്ചി, മുഹൂർത്തം തീരണതിന് മുമ്പേ നമ്മൾ അവിടെ എത്തുന്ന എനിക്ക് തോന്നുന്നില്ല. ഭരത, നിന്റെ കരുനാക്കെടുത്തൊന്നും വളയ്ക്കാതിരിക്കോ? ഓ, ഞാനൊന്നും മിണ്ടണല്ലേ. പോരെ, മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണല്ലോ, പിന്നെ ഇതെന്തു പറ്റി? അത് നീ എന്നോടാണോ ചോദിക്കുന്നത്? വെറുതെ എന്നോട് തർക്കിക്കാതെ ശ്രീയേട്ടൻ വണ്ടിയുടെ കംപ്ലൈന്റ് എന്താണെന്ന് നോക്കി തന്നെ. മോനെ, എന്റെ സബ്ജക്ട് കെമിസ്ട്രിയാ, അല്ലാതെ മെക്കാനിക്കലല്ല. നടക്കൂ. ആ കെമിസ്ട്രി വെച്ച് വണ്ടിയുടെ മെക്കാനിക് പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ചാ പോരെ? എടാ, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് ശ്രീനാഥും കൂട്ടരുമല്ലേ? എടാ പുത്തമ്പറക്കിലുകാര്, സാറേ, അവര് ആരാ? ശ്രീ നമ്പ്യ സാർ നമസ്കാരം. എന്താ ശ്രീ, എന്താ പ്രശ്നം?
അത് വണ്ടിക്ക് ചെറിയൊരു മിസ്സിംഗ്. ശ്രീ അതിന്റെ പുറകിലൊന്നും തൂങ്ങണ്ട. കാറിന്റെ കാര്യം ഡ്രൈവർ നോക്കിക്കോളും. ശ്രീ വേറൊരു ടാക്സി പിടിച്ച് എത്രയും വേഗം വാ. ഇത് ഗ്രാമപ്രദേശമല്ലേ, ഇപ്പൊ പെട്ടെന്ന് വിളിച്ച ടാക്സി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതെ അതെ. ഇത് തന്നെ ജോമോന്റെ ടാക്സി നേരത്തെ പറഞ്ഞു വെച്ചിരുന്നോണ്ടാ കല്യാണ ദിവസം കിട്ടിയത്. എന്നാ പിന്നെ ശ്രീ ഒരു കാര്യം ചെയ്, ശ്രീയും അമ്മയും ഞങ്ങളുടെ കാറിൽ പോരെ. ബാക്കിയുള്ളവരെ പിന്നാലെ ബാലഗോപാലിന്റെ കാറ് വരുന്നുണ്ട്, അതിൽ കയറ്റാം. വേണ്ട സാർ, വളരെ ചെറിയൊരു കംപ്ലൈന്റേ ഉള്ളൂ. എടാ ഇതിപ്പോ ശരിയാവുന്നേ, വണ്ടി ശരിയാക്കിയിട്ട് ഞങ്ങൾ ഉടനെ അങ്ങോട്ടെത്താം. ശ്രീക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ തടയുന്നില്ല. ഉറപ്പാണ് സാർ. എന്നാ പിന്നെ ഞങ്ങൾ നിൽക്കണ്ടല്ലോ. ഹേയ് വേണ്ട സാർ, ശരി. ആ രാജാ പോകാം. ആയിക്കോട്ടെ, നമുക്ക് അവിടെ ശരി. കാണാം. ശരി ശരി എന്നാ. അച്ഛാ, ശ്രീനാഥ് ഈ കാണിക്കുന്നത് തീരെ ശരിയല്ല. മുഹൂർത്തത്തിന് കല്യാണം നടക്കണ്ടേ, അതല്ലേ പ്രധാനം. അത് ഈ കാറ് ശരിയാക്കുന്നതാണോ? പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത ഒരുത്തനാണല്ലോ ഇവൻ. കഷ്ടം. ഇവന്റെ കൂടെയുള്ള ജീവിതം അമ്മുന് നരകമായിരിക്കും, അതിലെനിക്കൊരു സംശയവുമില്ല. വരദാ, രാജാ, ശ്രീനാഥിനെ ഈ കാര്യത്തിൽ ആരും കുറ്റം പറയണ്ട. അവൻ കാണിച്ചത് ഒരാണിന്റെ ആത്മാഭിമാനമാണ്, അതിനെ നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത്. എന്തായാലും അമ്മൂനെ കെട്ടാൻ പോകുന്നവൻ ആത്മാഭിമാനമുള്ളവനാണെന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. അയ്യേ അയ്യയ്യേ, ആ പുത്തമ്പുറക്കലുകാരുടെ മുന്നിൽ നമ്മൾ ആകെ നാണം കെട്ടില്ലേ എന്ന് പറ. എന്ത് വണ്ടിയാടാ അത്? ആരോട് പറയാൻ? എടാ എടാ, ഇത് ഇന്ന് വല്ലതും ശരിയാവൂ? എടാ ജോമോനെ, നോക്കടാ പെട്ടെന്ന്. നോക്കല്ലേ.